അങ്ങനെ ഉപകരണങ്ങൾ സമാന്തര രീതിയിലാണ് ഗൃഹവൈദ്യുതീകരണത്തിൽ ബന്ധിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആവശ്യകതയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് കൊണ്ടുവരുമ്പോൾ ആ കറണ്ടിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വയറിങ് നടത്തണം, ഗൃഹവൈദ്യുതീകരണം നടത്തണം. അതിൻ്റെ ഒരു മാതൃക നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതാ ഈ ചിത്രം കണ്ടല്ലോ, ചിത്രം 3.14. ഈ ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് മാഷ് ഇവിടെ ബോർഡിൽ വരച്ച് കാണിക്കും. അപ്പോൾ ഈ ചിത്രം വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഗൃഹവൈദ്യുതീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതെങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അറിയാം. ഇത് വരക്കാനൊന്നും അല്ലാതെ ഇങ്ങനെയുള്ളൊരു ചിത്രം തന്നിട്ട് അതിൽ കുറേ തെറ്റുകൾ ഉണ്ടാകും. ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ശരിയായ രീതിയിൽ വരക്കാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാഷ് ആ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ക്ലാസ്സിലെ ഈ വീഡിയോയിലെ സംസാര വിഷയം ഗൃഹവൈദ്യുതീകരണത്തിന്റെ മാതൃക. ഓക്കെ, ഗൃഹവൈദ്യുതീകരണത്തിന്റെ മാതൃക. ഗൃഹവൈദ്യുതീകരണത്തിന്റെ മാതൃക. അപ്പോൾ ഇത് വരക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ക്രമമുണ്ട്, ഉപകരണങ്ങൾ ബന്ധിപ്പിക്കേണ്ട ഒരു ക്രമം. ഓക്കെ, ആ ക്രമം ഒന്ന് നോക്കാം. ഓരോ പോയിന്റുകളായിട്ടാണ് മാഷ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഈ മാതൃക വരക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോയിന്റുകളായിട്ട് പറഞ്ഞു. എന്നിട്ട് നമുക്ക് അവസാനം ആ മാതൃക വരക്കാം. ഓക്കെ, അപ്പോൾ ഉപകരണങ്ങൾ ബന്ധിപ്പിക്കേണ്ടതിന്റെ ക്രമം. കുന്നതിന്റെ ക്രമം എങ്ങനെയാണെന്ന് അറിയാം. നേരെ ശ്രദ്ധിക്കണം. ഇത് ഓർത്ത് വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടേ അല്ല. ആദ്യം നമ്മളെ പോസ്റ്റിൽ നിന്ന് വരുന്ന 2 ലൈനുകൾ ഉണ്ടല്ലോ, ഏതെല്ലാം? ഫേസ്, ന്യൂട്രൽ. നമ്മൾ അതിനെ പറയുന്ന പേരാണ് മെയിൻസിലെ 2 വയറുകൾ. മെയിൻസ് അല്ലെങ്കിൽ സർവീസ് വയർ എന്നും പറയും. ഓക്കെ, അപ്പോ അതിനെ മെയിൻസിലെ ആ 2 വയറുകളെ ആദ്യം ഒരു മീറ്ററിലേക്ക്, നമ്മൾ കറണ്ടിന്റെ അളവ്, ഉപയോഗിച്ച കറണ്ടിന്റെ അളവ് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിന്റെ പേരാണ് വാട്ട് അവർ മീറ്റർ. അതിലേക്കാണ് ആദ്യം ബന്ധിപ്പിക്കേണ്ടത്. ആ 2 കമ്പികൾ ആദ്യം വാട്ട് അവർ മീറ്ററിലേക്ക് ബന്ധിപ്പിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ കുഞ്ഞോളെ, ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ ഘടകങ്ങളെ കുറിച്ചിട്ടുമുള്ള ചെറിയൊരു വിവരണം കൂടി നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വാട്ട് അവർ മീറ്ററിനെ കുറിച്ചിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, വാട്ട് അവർ മീറ്ററിൽ നിന്ന് നേരെ വയറുകൾ എവിടേക്ക് പോകണമെന്ന് അറിയാവോ? നേരെ നിങ്ങൾ അതിന് കണക്ട് ചെയ്യേണ്ടത് മെയിൻ ഫ്യൂസിലേക്കാണ്. മെയിൻ ഫ്യൂസ്. ഓക്കെ, വാട്ട് അവർ മീറ്ററിൽ നിന്ന് മെയിൻ ഫ്യൂസിലേക്ക് ബന്ധിപ്പിക്കാം. മെയിൻ ഫ്യൂസ്. ഓക്കെ, മെയിൻ ഫ്യൂസിൽ നിന്ന് നേരെ കൊണ്ടുപോയിട്ട് മെയിൻ സ്വിച്ചിലേക്ക് ബന്ധിപ്പിക്കാം. മെയിൻ സ്വിച്ച്. ഓക്കെ, നമ്മൾ പറയും ആരായി മെയിൻ സ്വിച്ച് എന്നുള്ള കാര്യം പറയും കേട്ടോ. മെയിൻ സ്വിച്ചിലോട്ട് ബന്ധിപ്പിച്ചു. എന്നിട്ട് മെയിൻ സ്വിച്ചിൽ നിന്ന് നേരെ കൊണ്ടുപോകേണ്ടത് ELCBയിലേക്കാണ്. ഇതിലേക്കാണ് ELCB. എന്താണ് നമ്മൾ പറയും? ELCB. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ വീട്ടിലാണ് ഈ വയറിങ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 1 മീറ്റർ ഉണ്ടാകും. ഒരേ ഒരു മീറ്റർ, ഒരു മെയിൻ ഫ്യൂസ്, ഒരു മെയിൻ സ്വിച്ച്, ഒരു ELCB. ഇതുവരെയുള്ള സർക്യൂട്ടിന് പറഞ്ഞ പേരാണ് മെയിൻ സർക്യൂട്ട്. ഇത് ഒന്നേ ഉണ്ടാവുള്ളൂ, വീട്ടിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ വീടിലുള്ള റൂമുകളിലേക്ക് പല സർക്യൂട്ടുകൾ ഇങ്ങനെ കൊണ്ടുപോകും. ഓരോ റൂമിലേക്കും 1 മീറ്റർ, ഓരോ റൂമിലേക്കും ഓരോ മെയിൻ ഫ്യൂസ്, ഓരോ റൂമിലേക്കും ഓരോ മെയിൻ സ്വിച്ച്. അങ്ങനെയില്ല, വീടിന് മൊത്തമായിട്ട് ഇതെല്ലാം ഒന്നാണുള്ളത്. ഇതിന്റെ പേരാണ് മെയിൻ സർക്യൂട്ട്. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം പിന്നെ ഓരോ റൂമിലേക്കായിട്ട് നമ്മൾ സർക്യൂട്ടിനെ വിഭജിച്ചിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഓരോ റൂമുകളിലേക്കും കൊണ്ടുപോകുന്ന സർക്യൂട്ടിന്റെ പേരാണ് ശാഖാ സർക്യൂട്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷമാണ് വിഭജനം നടക്കുന്നത്. ഓക്കെ, ശാഖാ സർക്യൂട്ട് എന്ന് പറയും. അതിൽ ഓരോ ശാഖാ സർക്യൂട്ടിലും ഒരു MCB വേണം. അപ്പോൾ 2-3 റൂമുകൾ ഉണ്ടെങ്കിൽ 2-3 MCB വേണം.
MCB. നമ്മൾ ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടൊരു MCB ബോർഡ് തന്നെ വീട്ടിലുണ്ടാവും, നോക്കിയാൽ കാണാം MCB ബോർഡ്. ഓക്കെ, ഇങ്ങനെ MCBയുടെ ഒരു ബോർഡ് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ റൂമിലേക്കും ഓരോ ശാഖാ സർക്യൂട്ടിനും ഓരോ MCB വേണം. ഓക്കെ, അതിൽ ഉള്ള ഒരു MCB ആണ് മാഷ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ MCBയിൽ നിന്ന് ഇതുവരെയുള്ളത് മെയിൻ സർക്യൂട്ടാണ്. മെയിൻ സർക്യൂട്ടിലെ പല ശാഖാ സർക്യൂട്ടുകളായിട്ട് വിഭജിക്കണം. അതിലെ ഒരു ശാഖാ സർക്യൂട്ടിൽ ഒരു MCB വീതം വേണം. ഓക്കെ, അപ്പൊ ഈ MCBയിൽ നിന്ന് നേരെ MCBയിലേക്ക് കണക്ഷൻ കൊടുക്കുക. MCBയിൽ നിന്ന് നേരെ ഉപകരണത്തിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഓക്കെ, MCB ടു ഉപകരണം ഏതാണ്? ബൾബാണോ, അതേപോലെ എന്താ പറയാ, ഫാനാണോ, അതാണ് ഈ ഉപകരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഓർഡർ. വാട്ടർ മീറ്റർ, മെയിൻ ഫ്യൂസ്, മെയിൻ സ്വിച്ച്, ELCB, MCB ആൻഡ് ഉപകരണങ്ങൾ. ഇതാണ് ഓർഡർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇതില് ഉപകരണങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വൈദ്യുതോപകരണങ്ങളും ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്ക് സമാന്തരമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. എല്ലാ ഉപകരണങ്ങളും ഓക്കെ, ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്ക് സമാന്തരമായിട്ട് ബന്ധിപ്പിക്കണം. ഉപകരണങ്ങൾ രണ്ടാമത്തെ പോയിന്റ് മറന്നുകൂടാ. ഉപകരണങ്ങൾ സമാന്തരമായി ബന്ധിപ്പിക്കണം. അങ്ങനെയാണ്, സമാന്തരമായാണ് ബന്ധിപ്പിക്കേണ്ടത്. ഉപകരണങ്ങൾ സമാന്തരമായാണ് ബന്ധിപ്പിക്കേണ്ടത്. ഉപകരണങ്ങൾ സമാന്തരമായാണ് ബന്ധിപ്പിക്കേണ്ടത്. ഓക്കെ, അടുത്തത് കുഞ്ഞുമക്കളെ കേട്ടോ. ഇനി ഉപകരണങ്ങളാണ് സമാന്തരമായിട്ട് ബന്ധിപ്പിക്കേണ്ടത്. പക്ഷെ ആ ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. സ്വിച്ച്, ഫ്യൂസ്, MCB. സ്വിച്ച്, ഫ്യൂസ്, MCB ഇവരെ പറഞ്ഞ പേരാണ് നിയന്ത്രണ സംവിധാനങ്ങൾ. ഇതില് ഈ പറയപ്പെട്ട നിയന്ത്രണ സംവിധാനങ്ങൾ എല്ലായ്പ്പോഴും ഫേസിലാണ് ബന്ധിപ്പിക്കേണ്ടത്, ശ്രേണിയായിട്ട്. ഓക്കെ, അപ്പോ എല്ലാ നിയന്ത്രണ സംവിധാനം എന്ന് പറയാനുള്ള കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കണം, ആവശ്യമുള്ളപ്പോൾ അതിനെ ഓഫ് ആക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇത്. അല്ലാതെ ഒരു ഫാന് കറങ്ങിക്കൊണ്ടുണ്ട്, ഫാന് കറങ്ങണ്ട എന്ന് പറഞ്ഞാൽ തലപൊടിയല്ല, അല്ല, അതിനെ സ്വിച്ച് ഓഫ് ആക്കലാണ്. ഓക്കെ, എല്ലാ ഉപകരണങ്ങളെയും ഒറ്റ സമയത്ത് ഒരേ സമയത്ത് നിങ്ങൾക്ക് ഓഫ് ആക്കണോ എങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക, അല്ലെങ്കിൽ ബ്രേക്കർ താഴ്ത്തുക. ഓക്കെ, അതായത് MCB താഴ്ത്തുക. ഓക്കെ, അപ്പൊ എല്ലാ നിയന്ത്രണ സംവിധാനങ്ങളും ആരാതെ മനസ്സിലാക്കൊണ്ട് വരണം. സ്വിച്ച്, ഫ്യൂസ്, MCB ഈ പറയപ്പെട്ടതിനെ എങ്ങനെ കണക്ട് ചെയ്യണം? ഫേസിൽ ശ്രേണിയായാണ് ബന്ധിപ്പിക്കേണ്ടത്. ഫേസിൽ ശ്രേണിയായി ബന്ധിപ്പിക്കണം. ഇനി അടുത്ത പോയിന്റ് അത് മാഷ് എഴുതുന്നില്ല. ഓക്കെ, എന്നതറിയാവോ? ഇതുവരെ നമ്മൾ പറഞ്ഞ പേരാണ് മെയിൻ സർക്യൂട്ട്. ആ മെയിൻ സർക്യൂട്ടിന് നമ്മൾ എന്താക്കുന്നു? പല ശാഖാ സർക്യൂട്ടുകളായിട്ട് വിഭജിക്കും. ഓരോ ശാഖാ സർക്യൂട്ടിലും ഒരു MCB വീതം വേണം. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ശാഖാ സർക്യൂട്ടിലെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയ സർക്യൂട്ടിന്റെ MCB ആണ്. ആ റൂമിലുള്ള ഉപകരണങ്ങളാണ് ഇത്. ഇനി വേറൊരു റൂമിലേക്ക് പോകുമ്പോൾ ആ റൂമിൽ വേറൊരു MCB വേണം. എന്നിട്ട് അവിടെ ഉപകരണങ്ങൾ ബന്ധിപ്പിക്കുക. വേറൊരു റൂമിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു MCB വേണം. ഓക്കെ, അവിടേക്ക് ഉപകരണങ്ങൾ ബന്ധിപ്പിക്കുക. അപ്പൊ ഓരോ ശാഖാ സർക്യൂട്ടിനും ഓരോ MCB വീതം നമ്മൾ ബന്ധിപ്പിക്കണം. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. എന്താണ്? മെയിൻ സർക്യൂട്ടിനെ പല ശാഖാ സർക്യൂട്ടുകളായിട്ട് വിഭജിക്കുക, ഓരോ ശാഖാ സർക്യൂട്ടിനും ഓരോ MCB വീതം ബന്ധിപ്പിക്കുക. ഓക്കെ, അത് മാഷ് ചെയ്യുന്നില്ല. ഇനി അവസാനത്തെ ഒരു പോയിന്റ് ഉണ്ട്, അത് നമ്മൾ ഈ സർക്യൂട്ട് വരക്കുന്ന സമയത്ത് പറയാം. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മളെ ടെക്സ്റ്റിൽ കാണുന്ന ആ ചിത്രമാണ് കുഞ്ഞുങ്ങളെ മാഷ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ വീട്ടിൽ പോസ്റ്റിൽ നിന്നും വന്ന ആ 2 കമ്പികൾ, ആ 2 കമ്പികളാണ് കുഞ്ഞുമക്കളെ ഇതിവിടെ മാഷ് വരക്കുന്നു. ഓക്കെ, ഇതാ ഒരു ചുവപ്പ് വയറ്, കേൾക്കണേ, ഒരു ചുവപ്പ് വയറ്
ഒരു പച്ച വയർ. ഓക്കെ, ഒരു ചുവപ്പ് വയറും ഒരു പച്ച വയറുമാണ് മാഷ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ചുവപ്പ് വയറാണ് ആക്ച്വലി ഫേസ്. ഓക്കെ, ചുവപ്പ് വയറാണ് ഫേസ്, പച്ച വയറാണ് ന്യൂട്രൽ. ഓക്കെ, സോറി, പച്ച വയറല്ല, ഞാൻ ന്യൂട്രൽ ആയിട്ടുള്ള കറുപ്പ് വയറാണ് ഉപയോഗിക്കുന്നത്, ബ്ലാക്ക്. ഓക്കെ, ആ പച്ച വയർ സാധാരണ എർത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറയും കേട്ടോ, കറുത്ത വയർ ന്യൂട്രൽ. ഓക്കെ, ചുവന്ന വയർ ഫേസ്, കറണ്ട് ഉള്ള ഡേഞ്ചർ ആയിട്ടുള്ള വയർ ഫേസും, അതേസമയം കറുത്ത വയർ ന്യൂട്രൽ. ഇതെവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ പോസ്റ്റിൽ നിന്ന്. ഓക്കെ, അവസാനത്തെ വിതരണ ട്രാൻസ്ഫോമറിന്റെ അവസാന 4 ലൈൻ ഉണ്ടായിരുന്നില്ലേ, 3 ഫേസും ഒരു ന്യൂട്രലും. അതിൽ ഗൃഹവൈദ്യുതീകരണത്തിന് ആവശ്യമായ 230 വോൾട്ട് ലഭ്യമാക്കുന്ന ഫേസ് ന്യൂട്രലും. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് വന്ന പോസ്റ്റിൽ നിന്ന് നമ്മൾ 2 വയറുകൾ എടുത്തു. ആ 2 വയറുകൾ ആദ്യം എവിടെ ബന്ധിപ്പിക്കണം? വാട്ട് അവർ മീറ്ററിലേക്ക്. എന്നാണ്? വാട്ട് അവർ മീറ്ററിലേക്ക് ബന്ധിപ്പിക്കുക. ഓക്കെ, ഇതാ വാട്ട് അവർ മീറ്റർ. നമ്മുടെ ആദ്യത്തെ ഘടകം, സർക്യൂട്ടിലെ ആദ്യത്തെ ഘടകം വാട്ട് അവർ മീറ്റർ. അതൊരു ബ്ലോക്ക് ആയിട്ട് കാണിച്ചാൽ മതി, ഇങ്ങനെ ഒരു ബ്ലോക്ക് ആയിട്ട് കാണിച്ചാൽ മതി, വാട്ട് അവർ മീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ട് അവർ മീറ്റർ. വാട്ട് അവർ മീറ്റർ. അപ്പൊ അതിൽ അനുബന്ധിപ്പിച്ചു. ഓക്കെ, ആ സർക്യൂട്ടിലെ വാട്ട് അവർ മീറ്ററിലേക്ക് നമ്മൾ ഫേസും ന്യൂട്രലും ബന്ധിപ്പിച്ചു. ഇനി അവിടുന്ന് നേരെ എവിടേക്ക് പോകണമെന്ന് അറിയാവോ? ആദ്യം മെയിൻ സ്വിച്ചിലേക്ക് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, മെയിൻ സ്വിച്ച്, ഇതാണ് മെയിൻ സ്വിച്ച്. ഓക്കെ, മെയിൻ സ്വിച്ച്. ഓക്കെ, മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞാൽ മെയിൻ ആയ സ്വിച്ച്, ഏറ്റവും പ്രധാനപ്പെട്ട സ്വിച്ച്. ആ സ്വിച്ച് ഓൺ ആക്കിയാല് നോക്കണം, നമ്മുടെ വീട്ടിലുള്ള എല്ലാ സ്വിച്ചുകളും, ഉപകരണത്തിന്റെ എല്ലാ സ്വിച്ചും ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാൽ ഒന്നും പ്രവർത്തിക്കൂല. എല്ലാ ഉപകരണങ്ങളെയും ഒറ്റ അടിക്ക് ഒരേ സമയം എന്താ പറയാ നിയന്ത്രിക്കാൻ കഴിവുള്ള സംവിധാനമാണ്, ഒരേ സമയം ഓണാക്കാനും ഓഫാക്കാനും കഴിവുള്ള സംവിധാനമാണ് മെയിൻ സ്വിച്ച്. അപ്പൊ മെയിൻ സ്വിച്ച് എന്താണെന്നുള്ളത് മാഷ് പറഞ്ഞു, ഇത് പറഞ്ഞിട്ടില്ല, അത് പിന്നീട് അടുത്ത വീഡിയോയിൽ പറയും. മെയിൻ സ്വിച്ച് എന്തിനാ ഉപയോഗിക്കുന്നത്? ആവശ്യമായി വരുമ്പോൾ സർക്യൂട്ടിലെ എല്ലാ സർക്യൂട്ടിലെയും, അതായത് എല്ലാ ശാഖാ സർക്യൂട്ടിലെയും വൈദ്യുത പ്രവാഹത്തിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ് മെയിൻ സ്വിച്ച്. ഓക്കെ, അപ്പൊ മെയിൻ സ്വിച്ച് കഴിഞ്ഞു. മെയിൻ സ്വിച്ചിലേക്ക് നമ്മൾ വയർ കണക്ട് ചെയ്തില്ലല്ലോ. ഇതാ മെയിൻ സ്വിച്ചിലേക്ക് ഞാൻ ന്യൂട്രൽ കണക്ട് ചെയ്തു. മെയിൻ സ്വിച്ചിലേക്ക് ഞാൻ ഇതാ ഫേസും കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ വാട്ട് അവർ മീറ്ററിനും മെയിൻ സ്വിച്ചിനും ഇടയിൽ ഫേസിൽ ഫ്യൂസ് വെക്കുക. ഫ്യൂസ് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിയന്ത്രണ സംവിധാനം ഫേസിലാണ് വെക്കുന്നത്. സോ ആദ്യത്തെ നിയന്ത്രണ സംവിധാനം മെയിൻ ഫ്യൂസ്. ഓക്കെ, ഇത് ഫ്യൂസ് വയറാണ്. ഇത് ഫ്യൂസ്, മെയിൻ ഫ്യൂസിന്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. പോർസലൈൻ കാരിയർ, പോർസലൈൻ സോക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതിന്റെ അടുത്തുള്ള ഫ്യൂസ് വയർ, ഫ്യൂസ് വയർ. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ഫ്യൂസ്. ഇതെന്തിനാണ്? ഇയാളുടെ ഗുണങ്ങളും ഇയാളുടെ ധർമ്മങ്ങളും ഒക്കെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അത് പറയും കേട്ടോ. ഈ വീഡിയോയിലല്ല, വേറൊരു വീഡിയോയിൽ നമ്മളത് പറയും. ഓക്കെ, മെയിൻ സ്വിച്ച്. ഇനി നേരെ കുഞ്ഞോളെ മെയിൻ സ്വിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോവേണ്ടത് ELCB എന്നാണ്. ELCBയിലേക്ക് കണക്ട് ചെയ്യുക. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിന്റെ പേര്. ഫുൾ ഫോം അതാണ്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോ മെയിൻ സ്വിച്ചിൽ നിന്ന് നേരെ ഈ പറയപ്പെട്ട ELCBയിലേക്ക് വയറുകളെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതുവരെയുള്ളതാണ് മെയിൻ സർക്യൂട്ട്. ഓക്കെ, ഈ മെയിൻ സർക്യൂട്ടിനെ ഇനി പല ശാഖാ സർക്യൂട്ടുകളായിട്ട് വിഭജിക്കണം. അതായത് വീട്ടിലുള്ള ഉപകരണങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട 2 റൂമുകളുണ്ട്.
അപ്പൊ രണ്ട് റൂമുകളെയും ഞാൻ ഓരോ ശാഖാ സർക്യൂട്ടുകളായിട്ടാണ് എന്താ പറയുക എടുക്കുന്നത്. അപ്പോൾ ഓരോ റൂമിനും ഓരോ MCB വേണം. അപ്പൊ രണ്ട് റൂമുകൾ ഉള്ളതുകൊണ്ട് 2 MCB വേണം. ആ 2 MCBകൾ ബന്ധിപ്പിക്കുന്ന ഒരു MCB ബോർഡ് എൻ്റെ വീട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ആ MCB ബോർഡ് കാണിക്കാം. MCB ബോർഡ്. ഓക്കെ, MCB ബോർഡ്. ഓക്കെ, ഈ MCB ബോർഡിൽ ഞാൻ 2 MCB കാണിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ വീട്ടിലെ ശാഖാ സർക്യൂട്ട് 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോ ശാഖാ സർക്യൂട്ടിനും ഓരോ MCB. അപ്പൊ 2 ശാഖാ സർക്യൂട്ടിന് 2 MCB. നിങ്ങളെ വീട്ടിലുണ്ടോ ഒരു MCB ബോർഡ് ഉണ്ടാവും, അതിന് കുറെ ബ്രേക്കറുകൾ കാണാം. അതിൽ എത്ര ഉണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര ശാഖാ സർക്യൂട്ട് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ. ഓക്കെ, ഇത് MCBയുടെ ടെർമിനലുകൾ. ഓക്കെ, MCBയുടെ ടെർമിനലുകളിൽ ഫേസ് മാത്രമേ ബന്ധിപ്പിക്കുള്ളൂ. ഓക്കെ, കാരണം MCB ഒരു നിയന്ത്രണ സംവിധാനമാണ്. അപ്പൊ MCBയുടെ ഒരഗ്രത്ത് ഫേസിനെ ഞാൻ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, മറ്റേ അറ്റത്ത് കൂടി ഫേസിനെ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പൊ MCB ഓഫ് ആക്കിയിട്ടാണത്. ഓക്കെ, MCB ഓൺ ആക്കുമ്പോൾ ഇതാ ഇതിപ്പോ MCB ഓഫ് ആക്കിയിട്ടാണത്. നിങ്ങൾ ആ MCB ബ്രേക്കർ ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ കണക്ഷൻ വരും. MCB താഴുമ്പോൾ കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. ഓക്കെ, അപ്പൊ MCB ഫേസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. MCBയിലേക്ക് ന്യൂട്രൽ ബന്ധമില്ല. ഓക്കെ, അപ്പൊ എന്റെ വീട്ടിലുള്ള 2 ശാഖാ സർക്യൂട്ടുകൾക്ക് ആവശ്യമായ 2 MCBകൾ ഞാൻ MCB ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇത് MCB ബോർഡാണ്. MCB ബോർഡ്. ഇനി ഞാൻ ഇതിൽ ഒരു ശാഖാ സർക്യൂട്ട് മാത്രം കാണിക്കുന്നു. 2 റൂമിലും ഒരേപോലെ ഉപകരണങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 2ഉം കാണിക്കണ്ടല്ലോ, ഒന്ന് കാണിച്ചാൽ പോരെ. ആ ശാഖാ സർക്യൂട്ടിൽ, അതായത് ഒരു റൂമിൽ ഒരു ഫാനും ഒരു ബൾബും ബന്ധിപ്പിക്കണം. ഒരു ഫാന്, ഒരു ബൾബ്, ഒരു 3 പിൻ പ്ലഗ് സോക്കറ്റ്. മൊബൈലിന്റെ ചാർജർ കുത്താനോ, ടിവിയുടെ ചാർജർ TV കുത്താനോ, കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനോ ഒക്കെ ആയിട്ടൊരു എന്താ പറയുക 3 പിൻ പ്ലഗ് സോക്കറ്റ്. ഇത്രയാണ് വേണ്ടത്. ഓക്കെ, ആ റൂമിലുള്ളത് ഒരു ബൾബ്, ഒരു ഫാന്, ഒരു 3 പിൻ പ്ലഗ് സോക്കറ്റ്. അപ്പൊ എത്ര സ്വിച്ച് വേണം? 3 വേണം. ഏതെല്ലാം? ഒന്ന് ഫാനിന് ഒരു സ്വിച്ച് വേണം, ബൾബിന് ഒരു സ്വിച്ച് വേണം, പ്ലഗിന് ഒരു സ്വിച്ച് വേണം. അപ്പൊ 3 സ്വിച്ചും ഒരു പ്ലഗ് സോക്കറ്റുമുള്ള ഒരു സ്വിച്ച് ബോർഡ് വേണം. ഓക്കെ, അപ്പൊ ഞാൻ സ്വിച്ച് ബോർഡിലെ സ്വിച്ച് ഒന്നും കാണിക്കുന്നില്ല, പ്ലഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കേട്ടോ. ഇതാണ് പ്ലഗ് സോക്കറ്റ്. പ്ലഗ് സോക്കറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ വലിയൊരു ഹോള് കാണാം, ചെറിയ 2 ഹോളുകൾ 2 ഭാഗത്തായിട്ട് കാണാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവിടെ ബന്ധിപ്പിക്കുന്നത് നോക്കോ കുഞ്ഞോളെ. ഇതിൽ ഒരു ഭാഗത്തുള്ള ഹോളിലേക്ക് ഫേസ് ബന്ധിപ്പിക്കാം. ഓക്കെ, ഒരു MCBയിൽ നിന്നും വരുന്ന MCBയുടെ മറ്റേ ടെർമിനൽ ഇവിടെ നിന്നത് ബന്ധിപ്പിച്ചു. മറ്റേ ടെർമിനലിൽ നിന്നും ഫേസ് നേരെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കാം. ഓക്കെ, ഇനി ഈ ഭാഗത്ത് ന്യൂട്രൽ ബന്ധിപ്പിക്കാം. ഓക്കെ, ന്യൂട്രൽ ഇതാ LCBയിൽ നിന്നാണ് ന്യൂട്രൽ എടുക്കുന്നത്. ന്യൂട്രൽ ബന്ധിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഉപകരണങ്ങൾ ബന്ധിപ്പിക്കണ്ടേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉപകരണങ്ങൾ സമാന്തരമായി ബന്ധിപ്പിക്കണം. ആർക്കിടയിൽ ഫേസിലും ന്യൂട്രലിന്റെ അടുത്ത് സമാന്തരമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. എത്ര ഉപകരണങ്ങളാണ് ഉള്ളത് നമുക്ക്? ഒരു ബൾബ്, ഇതാ ബൾബ്. ഒരു ഫാന്, ഫാനിന് പ്രത്യേകിച്ച് പ്രതീകങ്ങളൊന്നുമില്ല, ഇതാണ് ഫാൻ. ഓക്കെ, അപ്പൊ ഈ ബൾബിന് ഫേസിനും ന്യൂട്രലിനും അടുക്ക് സമാന്തരമായിട്ട് ബന്ധിപ്പിക്കണം. ഫാനിന് ഫേസിനും ന്യൂട്രലിന്റെ അടുക്ക് സമാന്തരമായിട്ട് ബന്ധിപ്പിക്കണം. ഇനി ഇതിന്റെ സ്വിച്ച് ഇല്ലേ, ആ സ്വിച്ച് ഫേസിലാണ് ബന്ധിപ്പിക്കേണ്ടത്. ഇതിന്റെ സ്വിച്ച് ഫേസ് ഈ ഭാഗത്തല്ല, താഴെയല്ല, മുകളിലാണ് ബന്ധിപ്പിക്കേണ്ടത്. ഓക്കെ, ഈ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ആക്കാൻ സാധനം ഇല്ല, അതിന്റെ പേരാണ് റെഗുലേറ്റർ.
ഞാൻ അതിന് ഇങ്ങനെ കാണിക്കും. ഇതാണ് ഫാനിന്റെ റെഗുലേറ്റർ. കണ്ട ഉപകരണങ്ങൾ നമ്മൾ ബന്ധിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആ ഫാൻ ഒന്ന് കറക്കിയാലോ? പോട്ടെ, ബൾബ് ഒന്ന് പ്രകാശിപ്പിച്ചാലോ? ഇതാ ബൾബിന്റെ സ്വിച്ച് ഞാൻ ഓൺ ആക്കി. അപ്പൊ എന്താവും? കറണ്ട് വരുന്ന വഴി നോക്കോ. ഇതാ ഫേസിലേക്ക് കൂടി, മീറ്ററിലേക്ക് കൂടി, മെയിൻ സ്വിച്ചിലേക്ക് കൂടി. ഐ മീൻ ഇത് മെയിൻ ഫ്യൂസ് ആണ്, സ്വിച്ച് അല്ല. മെയിൻ ഫ്യൂസ്, മെയിൻ ഫ്യൂസിലേക്ക് കൂടി, മെയിൻ സ്വിച്ചിലേക്ക് കൂടി ELCB കടന്ന് ഇതാ EMCB ഞാൻ ഓൺ ആക്കുന്നു. MCB ഓൺ ആക്കുന്നു. ഇതിലെ കൂടി പോകില്ല, ഞാൻ ഓഫ് ആക്കിയിട്ടാണത്. കാരണം ഇതിലെ കൂടി ഇങ്ങനെ വന്നു, ഇതിലെ കൂടി ഇങ്ങനെ വന്നു. ഇതാ ഇവിടെ എത്തുമ്പോൾ ഇവിടെ സർക്യൂട്ട് ക്ലോസ് ആണ്, സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലെ കൂടി വന്ന് ന്യൂട്രലിലേക്ക് കൂടി ഇങ്ങനെ തിരിച്ചു പോകും. സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. നോക്കുതാ ബൾബ് പ്രകാശിച്ചു. ഫാന് കറക്കണ്ടേ? ഓണാക്കേ. അതാ കറണ്ട് ഇതിലെ കൂടി ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇതിലെ കൂടി ഇങ്ങനെ വന്ന്, ഇതിലെ കൂടി കയറി ഇതാ ഇവിടേക്ക് എത്തുന്നു. അവിടെ നേരെ ഇതിലെ കൂടി വന്നു. സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇതാ ഫാന് കറങ്ങുന്നു. അപ്പൊ ഇതാണ് ഗൃഹവൈദ്യുതീകരണം. ഇനി ഒന്ന് കൂടിയുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒന്ന് കൂടിയുണ്ട്. മൂന്നാമതൊരു വയർ നമുക്ക് ഇവിടെ ബന്ധിപ്പിക്കാനുണ്ട്. ഈ ഫേസിനെയും ന്യൂട്രലിനെയും കൂടാതെ മൂന്നാമതൊരു വയർ കൂടി നമുക്ക് ബന്ധിപ്പിക്കാനുണ്ട്. ഓക്കെ, അത് കേൾക്കണേ. മൂന്നാമതൊരു വയർ ബന്ധിപ്പിക്കുന്ന അത് പക്ഷെ പോസ്റ്റിൽ നിന്നും വരുന്നതല്ല. ഓക്കെ, നമ്മുടെ വീടിന്റെ മുറ്റത്തോ സൈഡിൽ എവിടെയെങ്കിലും ഒരു വയർ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടാകൂ. ഓക്കെ, ഇതാ ഒരു വയർ നിങ്ങൾ വീട്ടിൽ ചോദിച്ചാൽ മതി, എവിടെയാണ് ആ വയർ കുഴിച്ചിട്ടിട്ടുള്ളത്? ഇതാ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതാ കുഴിച്ചിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, അമിതമായ കറണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആ കറണ്ടിനെ ഭൂമിയിലേക്ക് നേരെ കടത്തിവിടാനുള്ള ഒരു സംവിധാനമാണിത്. ഇതിന്റെ പേരാണ്, ഭൂമിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വയറിന്റെ പേരാണ് എർത്ത് വയർ. എർത്ത് വയർ മനസ്സിലായ? അപ്പോ ആ എർത്ത് വയറിനെ നേരെ മീറ്ററിലോട്ട് ബന്ധിപ്പിക്കുക. എന്നിട്ട് അതിനെ മെയിൻ സ്വിച്ചിലോട്ട് ബന്ധിപ്പിക്കുക. അതിനെ ELCBയുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ടെക്സ്റ്റിൽ അത് കാണിച്ചിട്ടില്ല. എന്നിട്ട് ആ വയർ ബാക്കി ഉപകരണത്തിലൊന്നും കണക്ട് ചെയ്യണ്ട. ആ വയറിന്റെ എർത്ത് വയറിന്റെ മറ്റേ അറ്റം നമ്മള് പ്ലഗ് ഉണ്ടല്ലോ, ആ പ്ലഗ് സോക്കറ്റില് വലിയ ഹോൾ ഉണ്ടല്ലോ, ആ വലിയ ഹോളിൽ കൊണ്ടുപോയി ബന്ധിപ്പിക്കുക. അതവിടെ തന്നെ വേണം. ഇവിടെയോ ബന്ധിപ്പിക്കാൻ പാടില്ല. അതിന് ആവശ്യകതയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും എന്തിനാണ് ഇതിന്റെ ആവശ്യകത എന്താണ്. 3-പിൻ പ്ലഗിൽ ആ വലിയ ഹോളിൽ എർത്ത് വയർ ബന്ധിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മാതൃക. അതിന് മെയിൻ സ്വിച്ച് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മീറ്ററിനെ കുറിച്ചിട്ടും ELCBയെ കുറിച്ചിട്ടും MCBയെ കുറിച്ചിട്ടും 3-പിൻ പ്ലഗിനെ കുറിച്ചിട്ടും നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയുന്നതാണ്. അതുവരേക്കും ഓക്കെ.